വ്യഭിചാരം എന്ന വിഷയം ബൈബിളിൽ എങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ള വിഷയം നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആദ്യത്തെ ലൈംഗിക വീഴ്ച അവരെ പരസ്പരം നിഗൂഢമായ ഒരു ഏകീഭാവത്തിലേക്ക് നയിക്കും. അവിടെ വെച്ചാണ് വിവാഹം അതിൻ്റെ സാഫല്യദശയെ പ്രാപിക്കുന്നത്. ദൈവവചന പ്രകാരം പറയുന്നു, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. 1 കൊരിന്ത്യർ 6:16. പഴയ നിയമത്തിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക വീഴ്ചയെ അറിയുക എന്ന പദം കൊണ്ട് കുറിക്കുന്നു. ലൈംഗിക വീഴ്ച കേവലം ശാരീരികമായ ഫലങ്ങൾ മാത്രം ഉളവാക്കുന്ന ഒരു പ്രവർത്തനമല്ല. അതിനെ നിഷ്പ്രയാസം വിസ്മരിക്കുവാനും സാധ്യമല്ല. അത് രണ്ട് വ്യക്തികളെ നിഗൂഢമായ വിധത്തിൽ ഒന്നാക്കി സംയോജിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് ലൈംഗികമായി വഴിതെറ്റിപ്പോകുന്നതിനെതിരെ അനേകം തടസ്സങ്ങൾ ദൈവം വെച്ചിട്ടുള്ളത്. 2 മാത്രം പേര് പറയാം. സിഫിലിസ്, ഗുണോറിയ എന്നീ മാരക രോഗങ്ങൾ. മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് അതിക്രമിച്ച് കടക്കുന്ന ദുർമാർഗികൾക്ക് ദൈവം ശിക്ഷ വിധിക്കും. എബ്രായർ 13:4. ചെറുപ്പക്കാർ സാധാരണയായി ഉത്തരവാദിത്വം കൂടാതെയുള്ള പദവിയും ആനന്ദവും ഇഷ്ടപ്പെടുന്നവരാണ്. ഈ കാരണത്താലാണ് അവർ വിവാഹ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൂടാതെ ലൈംഗിക അനുഭൂതിയുടെ സന്തോഷം അന്വേഷിക്കുവാൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തെ ഈ വിധത്തിൽ അധപ്പതിപ്പിക്കുന്നവർക്ക് ദൈവശാപവും ന്യായവിധിയുമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുവാനില്ല. ദുഷ്ടബുദ്ധികളും ലൗകികരുമായ ചില സ്നേഹിതന്മാർ ചിലപ്പോൾ യുവാക്കന്മാരെ തങ്ങളുടെ പുരുഷത്വം തെളിയിക്കുവാൻ വേണ്ടി ലൈംഗിക വീഴ്ചയ്ക്കായി പ്രേരിപ്പിക്കാറുണ്ട്. ഒരു യുവാവ് ഏതെങ്കിലും പെൺകുട്ടിയുമൊത്ത് പ്രേമസല്ലാപത്തിലേർപ്പെടുകയോ ഏതെങ്കിലും ലൈംഗിക വീരകൃത്യങ്ങൾ കാട്ടിയതായി അവകാശപ്പെടുകയോ ചെയ്യുന്നില്ലെങ്കിൽ അയാളെ അവർ പരിഹസിക്കുക പതിവാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പുരുഷത്വം തെളിയിക്കപ്പെടുന്നത് ലൈംഗികമായ ദുസ്വാതന്ത്ര്യത്തിലൂടെയല്ല, പിന്നെയോ ആത്മനിയന്ത്രണത്തിലൂടെയാണ്. അനിയന്ത്രിതമായ ദുർമോഹത്തിലൂടെ തൻ്റെ മേന്മയെ ഭാഗികമായി നഷ്ടപ്പെടുത്തിയ ദാവീദിനെപ്പറ്റി ദൈവവചനത്തിൽ നാം വായിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീഴ്ചയ്ക്ക് വഴിതെളിച്ച സാഹചര്യങ്ങൾ ശ്രദ്ധിക്കുക. താൻ യുദ്ധരംഗത്തിൽ ആയിരിക്കേണ്ട സമയത്ത് അദ്ദേഹം അലസനായി ഭവനത്തിൽ താമസിച്ചതിനെപ്പറ്റി 2 ശമൂവേൽ 11:1-2 വാക്യങ്ങൾ പറയുന്നു. അദ്ദേഹം തൻ്റെ കർത്തവ്യം അവഗണിക്കുകയും അലസതയ്ക്കും സുഖേച്ഛയ്ക്കും വഴങ്ങിക്കൊടുക്കുകയും ചെയ്തു. ആ സമയത്താണ് അദ്ദേഹം ബത്ശേബയെ കണ്ടത്. തൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കേണ്ടതിന് പകരം ദാവീദ് അവളെ പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുകയും അങ്ങനെ പാപത്തിൽ വീഴുകയും ചെയ്തു. അനിയന്ത്രിതമായ ഭോഗാസക്തി നിമിത്തം സമ്പൂർണ്ണ വിനാശത്തെ നേരിടേണ്ടി വന്ന ശിംശോനെപ്പറ്റിയും നാം ബൈബിളിൽ കാണുന്നുണ്ട്. ന്യായാധിപന്മാർ 14-16 എന്നീ അധ്യായങ്ങൾ നോക്കുക. സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണുമ്പോൾ ഒരു ദൈവഭൃത്യൻ എന്ന നിലയിലുള്ള തൻ്റെ വിളിയെപ്പറ്റി അവൻ തികച്ചും മറന്നുപോവുക പതിവായിരുന്നു. തന്മൂലം അവന് തൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു. പിൽക്കാലത്തും വളരെ പേർ ഈ വിധത്തിൽ വീണുപോവുകയും തങ്ങളുടെ ശുശ്രൂഷ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് നാം യോസേപ്പിനെ ശ്രദ്ധിക്കുക. ദാവീദിൻ്റെ ആഡംബര ജീവിതമോ സുഖസൗകര്യങ്ങളോ സ്ഥാനമാനങ്ങളോ അവനുണ്ടായിരുന്നില്ല. ശിംശോനെ പോലെ ശുശ്രൂഷയ്ക്കായുള്ള ഉന്നത ദൈവവിളിയും അവന് ലഭിച്ചിരുന്നില്ല. എന്നിട്ടും ലൈംഗിക ദുർമോഹത്തിൻ്റെ മേൽ അവൻ സമ്പൂർണ്ണ വിജയം നേടി. ഉൽപ്പത്തി 39 അധ്യായം ഓരോ യുവാവും വായിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ യാതൊരു മുന്നറിവും കൂടാതെ പൊടുന്നനമേ ഒരു ദിവസം യോസേപ്പിന് പരീക്ഷ നേരിട്ടതായി 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇതേവിധം തന്നെ നമുക്കും സംഭവിക്കാം. മുൻകൂട്ടി തന്നെ അതിനെ നേരിടുവാനുള്ള ഒരുക്കം നാം നടത്തിയിട്ടില്ലെങ്കിൽ നാം തീർച്ചയായും വീണുപോകും. തൻ്റെ സ്വകാര്യ ജീവിതത്തിൽ യോസേപ്പ് ദുർമോഹ ചിന്തകളെ താലോലിച്ചിരുന്നുവെങ്കിൽ വളരെ വേഗത്തിൽ അവൻ വീണുപോകുമായിരുന്നു. എന്നാൽ യോസേപ്പ് ദൈവസാന്നിധ്യ ബോധം ശീലിച്ചിരുന്നു. അതിനാൽ പരീക്ഷ വന്നപ്പോൾ മറ്റാരുടെയെങ്കിലും സാന്നിധ്യത്തെക്കാളും അധികം ദൈവത്തിൻ്റെ സാന്നിധ്യം അവന് കൂടുതലായി യാഥാർത്ഥ്യത്തിൽ അനുഭവപ്പെട്ടു. യോസേപ്പിൻ്റെ ആത്മജീവിതം യഥാർത്ഥമായ ഒന്നായിരിക്കാതെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു നാട്യം മാത്രമായിരുന്നുവെങ്കിൽ അത്തരമൊരു ശക്തമായ പരീക്ഷണത്തിന് മുമ്പിൽ അവൻ തീർച്ചയായും വശീകരിക്കപ്പെട്ടു പോകുമായിരുന്നു. പാപത്തിൽ വീഴാതെ യോസേപ്പിനെ പിന്നോക്കം പിടിച്ചു നിർത്തിയത് താൻ കണ്ടെത്തപ്പെട്ടു പോകുമെന്ന ഭയമോ അഥവാ ശിക്ഷയെക്കുറിച്ചുള്ള ഭീതിയോ 9-ാം വാക്യം ശ്രദ്ധിക്കുക ആയിരുന്നില്ലെന്നും നേരെ മറിച്ച് ദൈവഭയമായിരുന്നു എന്നുമുള്ള കാര്യവും ശ്രദ്ധിക്കുക. കഷ്ടം, മനുഷ്യഭയമോ ശിക്ഷാഭയമോ ആണ് ഇന്ന് പലരെയും പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. എങ്കിലും നമ്മുടെ ഈ കാലത്ത് ദൈവത്തോട് പല ആളുകൾക്കുമുള്ള ഉപരിപ്ലവമായ ബന്ധത്തേക്കാൾ വളരെയധികം ആഴമുള്ള ഒരു ബന്ധമാണ് യോസേപ്പിൻ്റെ ദൈവവുമായി ഉണ്ടായിരുന്നത്. പോത്തിഫറിൻ്റെ ഭാര്യ അവനെ പാപത്തിൽ വീഴിക്കുവാൻ വീണ്ടും നടത്തിയ ശ്രമത്തെയെല്ലാം യോസേപ്പ് ചെറുത്തു നിന്നതായി നാം വായിക്കുന്നു. വാക്യം 10 നോക്കുക. ആദ്യത്തെ പ്രാവശ്യം അവൻ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞതുകൊണ്ട് 2-ാമത്തെ പ്രാവശ്യം ഇല്ല എന്ന് പറയുവാൻ അവന് കൂടുതൽ എളുപ്പമായിരുന്നു. 3-ാം പ്രാവശ്യവും അതിൽ നിഷ്പ്രയാസം അവനത് സാധിച്ചു. പ്രലോഭനത്തിന് വഴങ്ങരുത്. വഴങ്ങുന്നത് പാപമാണ്. ഓരോ വിജയവും
മറ്റൊന്ന് നേടുവാൻ നിങ്ങളെ സഹായിക്കും എന്ന് മനോഹരമായ ഒരു കീർത്തനത്തിൽ പറയുന്നു. യോസെഫ് പോത്തിഫറിൻ്റെ ഭാര്യയുടെ സാന്നിധിയിൽ നിന്ന് നിശേഷം ഒഴിഞ്ഞിരുന്നുവെന്ന് 10-ാം വാക്യം പറയുന്നു. ഇതാണ് എപ്പോഴും സുരക്ഷിതമായ മാർഗം. സാധ്യമായിടത്തെല്ലാം പരീക്ഷയുടെ വഴിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നത് തന്നെ. സ്ത്രീ പുരുഷ ബന്ധത്തിൽ നാം കരുതലുള്ളവരായിരിക്കണമെന്ന് യോസേഫിൻ്റെ ദൃഷ്ടാന്തം നമ്മെ പഠിപ്പിക്കുന്നു. ആകർഷത്വമുള്ള യുവതികളുടെ സന്നിധിയിൽ മാത്രമല്ല മുൻകരുതൽ ആവശ്യമായിരിക്കുന്നത്. കാരണം ആകർഷത്വമില്ലാത്ത യുവതികളിൽ നിന്നും പരീക്ഷ നേരിടാവുന്നതാണ്. ഇപ്രകാരമുള്ള പെൺകുട്ടികൾ തങ്ങളുടെ സൗന്ദര്യമില്ലായ്മയെപ്പറ്റി ബോധവതികളായി തീർന്നിട്ട് അതിന് പ്രതിവിധിയായി തങ്ങളുടെ ശരീരത്തെ സ്പർശിക്കുവാൻ പുരുഷന്മാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചെന്ന് വരാം. ലൈംഗികമായ സ്വാതന്ത്ര്യത്തെ ഒരു ബാധ പോലെ ഒഴിഞ്ഞിരിക്കുക എന്ന ബൈബിൾ നമ്മെ താക്കീത് ചെയ്യുന്നു. ഒരു മനുഷ്യൻ ചെയ്യുന്ന മറ്റേത് പാപവും ശരീരത്തിന് പുറത്താണ്. എന്നാൽ ഇതാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായുള്ള ഒരു പാതകം തന്നെ. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും അതിൻ്റെ ഉടമസ്ഥൻ നിങ്ങളല്ലെന്നും അറിയുന്നില്ലേ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. എത്ര വലിയൊരു വിലയാണ് അതിനുവേണ്ടി നൽകപ്പെട്ടത്. അതിനാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. 1 കൊരിന്ത്യർ 6:18-20 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. വീണ്ടും 2 തിമോത്തിയോസ് 2:22 നോക്കുക. യുവ സഹജമായ ദുശ്ചിന്തകളിലേക്ക് നിന്നെ നയിക്കുന്ന ഏതൊന്നിനെയും വിട്ടോടുക. അതാണ് യോസേഫ് ചെയ്തത്. തന്നെ ദുഷിക്കുകയോ തടവിലാക്കുകയോ ചെയ്തതിനെ അവൻ അവഗണിച്ചു. എന്നാൽ ദുർമോഹത്തിന് സ്വയം വഴങ്ങിക്കൊടുക്കുവാൻ അവൻ സമ്മതിച്ചില്ല. ഈ സ്ഥിതിക്ക് ദൈവം അവനെ ആദരിച്ചുവെങ്കിൽ അതിലെന്താണ് അത്ഭുതം? ഇന്ന് പല യുവാക്കന്മാരെയും ദൈവം ആദരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഈ രംഗത്തുള്ള പരാജയമായിരിക്കണം. സ്വർഗസംഭോഗം എന്ന വിഷയത്തെക്കുറിച്ച് ചില ചിന്തകൾ നമുക്ക് പങ്കുവയ്ക്കാം. ഹോമോസെക്ഷുവാലിറ്റി, ലൈംഗികമായി ഒരേ വർഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള, അതായത് സ്ത്രീകൾക്ക് സ്ത്രീകളോടും പുരുഷന്മാർക്ക് പുരുഷന്മാരോടുമുള്ള ലൈംഗിക ആകർഷണത്തെയാണ് സ്വർഗസംഭോഗം എന്ന് വിളിക്കുന്നത്. ലോകത്തിൻ്റെ കാലത്ത് സൊദോമിനെയും ഗൊമോറയെയും ദൈവം വിധിക്കുവാൻ കാരണമാക്കിയ പാപങ്ങളിലൊന്ന് ഇതായിരുന്നു. ലേവ്യാപുസ്തകം 18:22 1 കൊരിന്ത്യർ 6:9-10 വാക്യങ്ങളിലും യാതൊരു അവ്യക്തതയുമില്ലാത്ത ഭാഷയിൽ അതിനെ ദൈവം മ്ലേച്ഛതയെന്ന് വിധിച്ചിരിക്കുന്നു. സ്വർഗസംഭോഗപരമായ നടപടികളിൽ ഏർപ്പെടുന്നവരെപ്പറ്റി അവർ തങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിൽ തന്നെ ലൈംഗികാരാജകത്വത്തിൻ്റെ ദുഷ്ഫലങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകുമെന്ന് ദൈവവചനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. റോമർ 1:26-27 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. സോദോമ്യ പാപം ചെയ്യുന്നവർക്ക് നിഷ്കരണം മരണശിക്ഷ നൽകുമെന്ന് പഴയ നിയമപ്രമാണം അനുശാസിക്കുന്നുണ്ട്. ലേവ്യർ 20:13. ഒരു വിശ്വാസിക്ക് സ്വർഗസംഭോഗവുമായി യാതൊരു ബന്ധവും ഉണ്ടാകരുതെന്ന് മാത്രമല്ല, താൻ ഉൾപ്പെടുന്ന ലൈംഗിക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി പ്രകൃതി വിരുദ്ധമായ ഏതെങ്കിലും വിധത്തിലുള്ള അടുപ്പം കാട്ടുന്ന പ്രവണതയെ തന്നെ അയാൾ വർജിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്വർഗരതിയുള്ള ആളുകളുടെ കൗശലപൂർവമായ സമീപനങ്ങളോട് അയാൾ എതിർത്ത് നിൽക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളിപ്പോൾ തന്നെ ഈ ദുശ്ശീലത്തിൻ്റെ പിടിയിലാണെങ്കിൽ വിമോചനത്തിനു വേണ്ടിയുള്ള തീഷ്ണതയോടെ കർത്താവിൻ്റെ മുഖമന്വേഷിക്കുകയും എതിർവിഭാഗത്തിൽപ്പെട്ടവരുമായി സാധാരണഗതിയിലുള്ള ആരോഗ്യകരമായ ബന്ധം പുലർത്തുവാൻ ഉദ്യമിക്കുകയും ചെയ്യുക. നിങ്ങളെക്കാൾ പ്രായവും പക്വതയുമുള്ള ഒരു വിശ്വാസിയുടെ ഉപദേശവും പ്രാർത്ഥനയിലുള്ള സഹായവും തേടുന്നതും പ്രയോജനകരമായിരിക്കും. ശത്രുവിനെ ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ലൈംഗിക ജീവിത രംഗത്ത് നാം അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ അനേകമാണ്. ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുന്ന അലർന്ന സിംഹമായും വഞ്ചിക്കുവാൻ ശ്രമിക്കുന്ന കൗശലക്കാരൻ സർപ്പമായും സാത്താനെ ബൈബിളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ലൈംഗിക ജീവിതം ചെറുപ്പക്കാരെ കുടുക്കിലാക്കി അവരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുവാൻ ഏറ്റവും പറ്റിയ ഒരു രംഗമാണെന്ന് അവനറിയാം. എല്ലായ്പ്പോഴും ആത്മനിയന്ത്രണത്തോടും ജാഗ്രതയോടും കൂടെ വർദ്ധിക്കുക എന്നതാണ് നമ്മുടെ രക്ഷാമാർഗം. എന്തെന്നാൽ സ്വാതന്ത്ര്യത്തിന് കൊടുക്കേണ്ട വില നിത്യജാഗ്രതയാണ് എന്ന വസ്തുത ഈ കാര്യത്തിലും യഥാർത്ഥമത്രേ. ദൈവവചനത്തിലെ കൽപ്പനകൾ ശത്രുവിൻ്റെ കെണിയിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ ഉദ്ദേശിച്ച് നൽകപ്പെട്ടവയാണ്. ദൈവം തൻ്റെ വചനത്തിൽ വിശിഷ്യ സദൃശ്യവാക്യങ്ങളിൽ നമുക്ക് അനേകം താക്കീതുകൾ നൽകിയിട്ടുണ്ട്. ഓരോ യുവാവും യുവതിയും ആ പുസ്തകം കൂടെ വായിക്കേണ്ടത് ആവശ്യവുമത്രേ. ദിവസം ഒരധ്യായം വീതം ആ പുസ്തകം എല്ലാ മാസവും ഒരു പ്രാവശ്യം വായിക്കുന്ന പതിവ് ചില വിശ്വാസികൾക്കുണ്ട്. ശത്രുവിൻ്റെ സമീപന രീതികളെക്കുറിച്ച് അത് നമുക്ക് കാലേകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ. വിജയം നേടണമെന്നുള്ള സുനിശ്ചയം നമുക്കുണ്ടെങ്കിൽ നാം തീർച്ചയായും ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ ശത്രുവിന് ഒരിക്കലും നാം വഴങ്ങിക്കൊടുക്കരുത്. ഇപ്പോൾ തന്നെ നാം വീഴ്ച പറ്റിയവരാണെങ്കിൽ നമുക്ക് നമ്മുടെ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയാം. നമ്മുടെ കഴിഞ്ഞ കാലത്തെ എല്ലാ തെറ്റുകളും അശുദ്ധ ചിന്തകളും ക്ഷമിച്ച് നമ്മെ വിശദീകരിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. ആഴമായ വീഴ്ച പറ്റിയിട്ടുള്ള ചിലർക്ക് ക്ഷമ ലഭിച്ചു കഴിഞ്ഞാൽ തന്നെയും തങ്ങളുടെ പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും. എന്നാൽ നാം അത്രത്തോളം വീഴ്ച പറ്റിയവരല്ലെങ്കിൽ നമുക്ക് കരുതലോടെ ഇരിക്കാം.
എന്തെന്നാൽ താൻ ഒരിക്കലും വീഴുകയില്ലെന്ന് കരുതുന്നവരാണ് വീഴാൻ ഏറ്റവും സാധ്യതയുള്ള മനുഷ്യൻ എന്ന് ദൈവവചനം പറയുന്നു. 1 കൊരിന്ത്യർ 10:12. നമ്മെ എപ്പോഴും വിജയത്തിൽ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 2:14 നോക്കുക. അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ചെയ്യുവാനായി നമുക്ക് ഈ ദൈവത്തിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമായി അർപ്പിക്കാം.